ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ ശാരദാമ്മേ, അയ്യോ മോളെ, ഇതെന്താടാ കയ്യില്? സ്കൂളിൽ വീണതാ. അയ്യോ, എടി കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ലെന്നാ പറയുന്നത്. വേദന ഉണ്ടോടാ? കുറച്ച് വേദനയുണ്ട് ശാരദാമ്മേ. അയ്യോ, മോനെന്താ അവിടെ നിൽക്കുന്നേ? വാ. അമ്മേ, എന്റെ കൊച്ചു സ്കൂളിൽ വീണതല്ല, മനഃപൂർവ്വം എന്റെ കൊച്ചിനെ വീഴ്ചതാ. ഈ രോഹിത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ഒന്നും മിണ്ടായിരിക്കും ശ്യാമേ, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? എന്തൊക്കെ വിടുവായത്തരോ നീ വിളിച്ച് പറയുന്നേ? അമ്മേ, അമ്മയ്ക്ക് രോഹിത്തിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഓ, എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാനും നാണം കെടുത്താനും വേണ്ടി രോഹിത് ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. ദുഷ്ടതരത്തിന്റെ കൂടെ അയാള്. അതെടി, ഞാൻ ദുഷ്ടനാ. അതുകൊണ്ടാണല്ലോ നീയൊക്കെ കാണിച്ച എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ കണ്ണടച്ചിരിക്കേണ്ടി വന്നത്. കണ്ടോ, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ രോഹിത്തിന്റെ തനി സ്വരൂപം പുറത്തു വന്നത് കണ്ടോ? എടി, അപ്പൊ ഞാൻ പറഞ്ഞത് സത്യ. എന്റെ കൊച്ചിന്റെ മനഃപൂർവ്വം സത്യം കൊണ്ട് തള്ളി ഇടിച്ചതാ. ശാരദാമ്മേ, ഇവൾക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാ. ആ, അടിക്കാനും ഇടിക്കാനും ഇങ്ങോട്ട് വാ. ഇതെന്റെ വീടാ. വീട്ടിൽ കയറി ആക്രമിച്ചു എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടേ കേസ് കൊടുക്കും. ഓ പിന്നെ, നീ കേസ് കൊടുക്കുമ്പോഴത്തേക്കും പോലീസ് ഇങ്ങ് ചാടി വരും. എന്റെ പൊന്നു ശ്യാമ, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അകത്തോട്ടങ്ങനെ കേറിപ്പോ. മനുഷ്യൻ ഇത്തിരി സ്വസ്ഥത താ. ആ, അല്ലെങ്കിലും ഞാനിപ്പോ എല്ലാവരുടെയും സ്വസ്ഥത കേടാണല്ലോ, വിഷവിത്ത്. ഓ, ഇനി ഞാനായിട്ട് നിങ്ങളുടെ ആരുടെയും സ്വസ്ഥത കളഞ്ഞു എന്ന് വരണ്ട. വാടി, ആരുടെ വായി നോക്കി കുഞ്ഞിനെ ശ്യാമേ, ശ്യാമേ വരാനല്ലേ പറഞ്ഞേ? വേഗം നടക്കങ്ങോട്ട്. ശ്യാമേ, വേണ്ട, കുഞ്ഞിന് വയ്യാതിരിക്കല്ലേ. മോനെ, അവള് പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. വിടുവായിത്തറയെ പറയൂ. വാശിയുടെ പുറത്ത് കിടന്ന് ഉച്ച വെക്കുന്നതാ. മോനകത്തേക്ക് കയറ്, നമുക്ക് സംസാരിക്കാം. ഇല്ല ശാരദാമ്മേ, ഞാൻ കേറുന്നില്ല. ഇവള് നേരായ വഴിക്ക് വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പെൺകൊച്ചു വളർന്നു വരികയല്ലേ. ഇതെല്ലാം കണ്ടല്ലേ അവള് വളരുന്നത്. ആ ഒരു ചിന്ത അവൾക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല എന്റെ നിയന്ത്രണത്തിൽ അവളെ കിട്ടുമെന്ന്. രണ്ടുപേരും രണ്ട് പാത്രങ്ങളായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊരു പരിഹാരം കാണണ്ടേ മോനെ? അല്ലാതെ എന്നും ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞാ പറ്റൂ? അതിനാരാ കാരണം? അവൾ ഒറ്റ ഒരുത്തിയാ. അവളുണ്ടല്ലോ, നട്ടാ കുരുക്കത്തെ നുണ പറയും. എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, അവളുടെ ചേച്ചിയെ കുറിച്ച് പറയുന്നതും പോട്ടെ. പക്ഷെ ഇത്തിരി ഇല്ലാത്ത കുട്ടികളെ തമ്മിൽ തെറ്റിക്കാൻ നുണകൾ എഴുന്നള്ളിക്കുമ്പോഴുണ്ടല്ലോ, ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പലവട്ടം എനിക്ക് വിറച്ചു കയറി വന്നതാ. ഞാനങ്ങ് ക്ഷമിക്കുക. അത് പപ്പിമോളെ ഓർത്ത് മാത്രോ? എത്ര പറഞ്ഞു കൊടുത്താലും ശ്യാമയ്ക്ക് മനസ്സിലാവുന്നില്ല. വരും വരായികൾ ചിന്തിക്കുന്നുമില്ല.